Android Programming Lab. Dear students, today we will discuss about the program Alert Box. Write a program to display an alert dialog box with OK and cancel. So നമുക്ക് ഇവിടെ ഒരു അലർട്ട് ബോക്സ് ആണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഈ അലർട്ട് ബോക്സ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ അലർട്ട് ബോക്സ് വരുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് ആണ്. അതിൽ ഓക്കെയും ക്യാൻസൽ എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺ ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയുള്ള പ്രോഗ്രാം. നോക്കാം, അതിന്റെ സോഴ്സ് കോഡ് നോക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് ആൻഡ്രോയിഡ് എക്ലിപ്സിലാണ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ എക്ലിപ്സ് ADT, ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ കിറ്റ്, അതിലാണ് ചെയ്യുന്നത്. സോ അതിൽ ഫയലിൽ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് അലർട്ട് ബോക്സ്, ആപ്ലിക്കേഷൻ നെയിം നമ്മൾ എൻ്റർ ചെയ്തു, അലർട്ട് ബോക്സ്. അതുപോലെ ഈ എക്സാമ്പിൾ എന്നുള്ള ഓപ്ഷൻ ചെയ്തിട്ട് അവിടെ വേറൊരു പാക്കേജ് നെയിം കൊടുക്കുക, ANOOS. നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഐക്കൺ നോർമൽ ഐക്കൺ ആണ്, പക്ഷെ ഐക്കൺ ഒന്ന് മാറ്റി നമുക്ക് വേറൊരു ഐക്കണിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ നെക്സ്റ്റ് ബ്ലാങ്ക് ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി എന്നാണ് ആക്ടിവിറ്റി നെയിം. അതുപോലെ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ആണ് അതിന്റെ ജാവ ഫയലിന്റെ നെയിം. ഓക്കെ, ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇവിടെ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് വിൻഡോ അലർട്ട് ബോക്സ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലാബിലുണ്ട്, നമുക്കത് ആവശ്യമില്ല, ലാബിൽ ഒഴിവാക്കി. ദെൻ നമുക്ക് അത് ഡിസൈൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് ബോക്സ് വരണം. അതുവേണ്ടി നമുക്കൊരു ബട്ടൺ കൺട്രോൾ ഓപ്പൺ ആക്കി കിട്ടും, നോർമൽ ഒരു ബട്ടൺ. ഓക്കെ, ഈ ബട്ടന്റെ അകത്തുള്ള നമുക്ക് വേണമെങ്കിൽ ഷോ എന്നുള്ള കണ്ടന്റ് കൊടുക്കാം, SHOW ഷോ എന്നുള്ളൊരു ക്യാപ്ഷൻ അതിന്റെ മുകളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ജാവ കോഡ് നമുക്ക് നോക്കാം. പ്രോഗ്രാമിന്റെ കോഡ് അലർട്ട് ബോക്സ് SRC com.alert, അതിനുള്ളിൽ മെയിൻ ആക്ടിവിറ്റി .java, ഇതാണ് അതിന്റെ ജാവ ഫയൽ. ഈ ജാവ ഫയലാണ് നമ്മൾ അതിന്റെ സോഴ്സ് കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ ആ ബട്ടന്റെ ഒരു ബട്ടൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ BTN, BTN സെമിക്കോളൻ, ബട്ടൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഒബ്ജക്റ്റ് നമുക്ക് ലിങ്ക് ചെയ്യിപ്പിക്കണം അല്ലെ, ഹാൻഡ് ഷേക്ക് ഓപ്ഷൻ ചെയ്യണ്ടേ. സോ BTN is equal to find view by ID, അത് വരുന്നുണ്ട് കേട്ടോ, r.id.button1, then semicolon. അതൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കണേ, ആഡ് കാസ്റ്റ് ബട്ടൺ. സോ ലിങ്ക് ചെയ്തു. ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ BTN.set on click listener, ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ, ഇതിപ്പോ ക്ലിക്ക് ലിസണർ ഉപയോഗിച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ലിസണർ അല്ലാതെ കറന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ദിസ് എന്ന് കൊടുത്താൽ കറന്റ് ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ദിസ് എന്ന കണ്ടന്റ് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് ഓപ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം, മെയിൻ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ഓൺ ക്ലിക്ക് ലിസണർ. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ചെയ്യും. ക്ലിയർ ആയോ? സോ ഓൺ ക്ലിക്ക് ലിസണറിൽ ആഡ് ചെയ്ത് ഇത് ഈ ഓപ്ഷൻ നമ്മൾ മെനുവിന് വേണ്ടിയിട്ടാണ്, ക്രിയേറ്റ് മെനു ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല, മെനു യൂസ് ചെയ്യുന്നില്ല. നമുക്ക് മെനുവിന്റെ ഓപ്ഷൻ ഒഴിവാക്കാം. സോ കറന്റ് ഓപ്ഷനിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ള കണ്ടന്റ് ആയി. ദെൻ ക്ലിക്ക് ഇവന്റ് ഇവിടെ വരുന്നത് ഓൺ ക്ലിക്ക് ഇവന്റ്, ഇതിന്റെ അകത്താണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വർക്ക് ഔട്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എന്താ പേര് നോക്കിയാൽ അലർട്ട് ഡയലോഗ് ബോക്സ് അല്ലെ, അലർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ അവിടെ വരുന്നുണ്ട്. ബിൽഡർ ഏതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യണം, ഏതാ ഒരു B1, ബിൽഡർ B1 ഒരു നെയിം കൊടുക്കാൻ, ദാറ്റ് ഈസ് B1. ബിൽഡർ B1 is equal to ന്യൂ അലർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ BUI, ബിൽഡർ കൺട്രോൾ സ്പേസ് അടിച്ചുള്ള വീടുണ്ടാവും ബിൽഡർ. ദെൻ അതിനുശേഷം കോണ്ടെക്സ്റ്റ്, ഏത് കോണ്ടെക്സ്റ്റാ, മെയിൻ അല്ലെ, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്, കറന്റ് ആപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് സെമിക്കോളൻ. ഓക്കെ, സോ അലർട്ട് ഡയലോഗ് B1 ഡയലോഗ് ബിൽഡർ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. അപ്പൊ ഏതാണ് ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയിൽ മുകളിലാണ് വരുന്നത്. മെയിൻ ആക്ടിവിറ്റി ഏതാണ്, റൺ ചെയ്യുന്ന ആക്ടിവിറ്റിന്റെ നെയിമാണ് മെയിൻ ആക്ടിവിറ്റി, അതിന്റെ മുകളിലാണ് ആ അലർട്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരേണ്ടത്. ഇനി B1 ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഓപ്ഷനാണ് B1 ഉള്ളത് അല്ലെ, അത് B1 ഡോട്ട് സെറ്റ് ഐക്കൺ. ഓക്കെ, അവിടെ കാണണ്ടാവും അല്ലെ, സെറ്റ് ഐക്കൺ. അപ്പൊ ഐക്കൺ ആയി സെറ്റ് കൊടുക്കുക. ഐക്കൺ സെറ്റ് കൊടുക്കാനുള്ള R ഡോട്ട് ഡ്രോയബിൾ ആണ് ഡാറ്റ ഉണ്ടാവുക, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ലേ, R ഡോട്ട് ഡ്രോയബിൾ ഡോട്ട്
അതിനകത്ത് ഐ സി ലോഞ്ചർ എന്ന് പറഞ്ഞ ഐക്കൺ മാത്രമേ ഉള്ളൂ, വേറെ ഐക്കൺ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഐ സി ലോഞ്ചർ എന്ന ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ ഐക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐക്കൺ കൊടുക്കാം. വേറെ ഐ സി ലോഞ്ചർ എന്ന ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഐക്കൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു, ഐ സി ലോഞ്ചർ. അതിനുശേഷം B1 ഡോട്ട് സെറ്റ് ടൈറ്റിൽ, സെറ്റ് ടൈറ്റിൽ അതാ സെറ്റ് ടൈറ്റിൽ. അതിനുശേഷം സൈറ്റിൽ എന്താ വേണ്ടത്, നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കാം. സാമ്പിൾ അലർട്ട് ബോക്സ് കൊടുക്കാം, സാമ്പിൾ അലർട്ട് ബോക്സ്. ഓക്കെ, സോ അത് നമുക്ക് സെമി കോളത്തിൽ സെൻറ്റർ ചെയ്യാം. ഇപ്പോൾ ഐക്കൺ സെറ്റ് ചെയ്തു, ടൈറ്റിലും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഏതാ, അപ്പോഴും കൊടുക്കുക B1 ഡോട്ട് സെറ്റ് മെസ്സേജ്. ഏതാ, സെറ്റ് മെസ്സേജ്. മെസ്സേജിന്റെ അകത്ത് നമുക്കൊരു സെറ്റ് കൊടുക്കാം, ഹലോ ഗുഡ് മോർണിംഗ്, ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെയുള്ളൊരു വേർഡ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം അതും സെറ്റ് കൊടുത്തു. അപ്പൊ ഐക്കണായി, ടൈറ്റിലായി, മെസ്സേജായി. ഇനി അതിന്റെ അറേഞ്ച്മെന്റ്, അതായത് 2 ബട്ടൺ ഉണ്ടായിരിക്കും, ഓക്കെയും ക്യാൻസലും. നമുക്ക് 2 ബട്ടൺ ആവശ്യമില്ല. അപ്പൊ അത് സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് B1 ഡോട്ട് സെറ്റ് പോസിറ്റീവ്, സെറ്റ് പോസിറ്റീവ് ബട്ടൺ. അതാ സെറ്റ് പോസിറ്റീവ് ബട്ടൺ. ഏത് ബട്ടണാണ് യൂസ് ചെയ്യുന്നത് നോക്കി, ഈ ഒരു പോർഷനിലാണ് ബട്ടൺ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഡബിൾ കോട്ട്സ്. ഏത് ബട്ടൺ നമുക്ക് വേണ്ട ബട്ടൺ കൊടുക്കുക, ഓക്കെ. ഇതിന് മുകളിൽ ടൈപ്പ് ചെയ്ത് വരാനുള്ള ക്യാപ്ഷൻ ആണ് കൊടുക്കേണ്ടത്, ഓക്കെ. ദെൻ നെക്സ്റ്റ് ലിസണർ ആണ്. ഏത് ലിസണറാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വർക്ക് ചെയ്തില്ലേ, ഡയലോഗ് ബോക്സ് ചെയ്തല്ലോ. ദാറ്റ് ഈസ് ന്യൂ ഡയലോഗ് ഇന്റർഫേസ് ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ. ഓൺ ക്ലിക്ക്, ഓക്കെ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണ്ടേ, ദാറ്റ് ഈസ് ഓൺ ക്ലിക്ക് ലിസണർ. അതുപോലെ ഇവിടെ താഴെ ഓൺ ക്ലിക്ക്, ഒരു ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് ക്ലോസ് ആണത്, ആ ബ്രാക്കറ്റ് ഉണ്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സെമി കോളൻ കൊടുക്കണം. ദെൻ ഈ ഓൺ ക്ലിക്ക് ലിസണർ, ക്ലിക്ക് ലിസണർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഓൺ ക്ലിക്കിൽ. ദാറ്റ് ഈസ് പോസിറ്റീവ് ബട്ടൺ എന്ന, ഇതാണ് പോസിറ്റീവ് ബട്ടൺ, ഓക്കെ. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഓക്കെ എന്നോ സബ്മിറ്റ് എന്നോ ഇവിടെ കൊടുത്ത് എന്താണെന്ന് അവിടെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താണ് ഇവിടെ വരേണ്ടത്, നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്തൊന്നും മനസ്സിലാവണ്ടേ. നമുക്ക് ജസ്റ്റ് ടോസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാം, ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റ് അല്ലെ, ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റ്. എവിടെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്, കറന്റ് ആക്ടിവിറ്റി ഇല്ല. സോ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. അതിനുശേഷം വരുന്നത് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വരേണ്ടത്, ആ കണ്ടന്റ് ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കുക. എന്താണ് യു ക്ലിക്ക്ഡ് ഓക്കെ എന്നോ, അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുത്താലും മതി. യു ക്ലിക്ക്ഡ് ഓക്കെ, ക്ലിക്ക്ഡ് ഓക്കെ, ആ ടെക്സ്റ്റ്. ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, ടോസ്റ്റ് കൊടുക്കാം അല്ലെ, ടോസ്റ്റ് ലെങ്ത്, ടോസ്റ്റ് അണ്ടർസ്കോർ ലെങ്ത്, ലെങ്ത് ലോങ്, ദെൻ ഡോട്ട് ഷോ. ഓക്കെ അല്ലേ, സെമി കോളൻ. ഇപ്പൊ ഓക്കെ ബട്ടൺ ചെയ്യപ്പോൾ ക്രിയേറ്റ് ആയി. ഇനി ഇതേപോലെ എന്ത് വേണം, ഓക്കെ കഴിഞ്ഞാൽ വേറെ ഏത് ബട്ടണാ വരിക, ക്യാൻസൽ ബട്ടൺ അല്ലേ. അതെ, അപ്പൊ ക്യാൻസൽ ബട്ടൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് ഇവിടെ ഈ ചെയ്തില്ലേ, ഇതേ കൺസെപ്റ്റ് തന്നെ വരിക. എന്താ വരും ഇവിടെ, ഓക്കെ വരുന്ന ചെയ്യും, ക്യാൻസൽ വരും. അതുപോലെ ഇവിടെ പോസിറ്റീവ് ബട്ടൺ അല്ലേ, അപ്പൊ നെഗറ്റീവ് ബട്ടൺ ആണ് വരിക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. B1 ഡോട്ട് സെറ്റ് നെഗറ്റീവ് ബട്ടൺ ഉണ്ടോ, അവിടെ വരുന്നുണ്ട്. അതാ നെഗറ്റീവ് ബട്ടൺ. ടെക്സ്റ്റിനകത്ത് എന്ത് കൊടുക്കും, ഡബിൾ കോട്ട്സിൽ ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ ലിസണറിൽ നേരത്തെ ആഡ് ചെയ്ത സെയിം ലിസണർ, ന്യൂ ഡയലോഗ്, ഡയലോഗ് ഇന്റർഫേസ്, ഡയലോഗ് ഇന്റർഫേസ് ബ്രാക്കറ്റിനകത്ത് ഏത് കോണ്ടെക്സ്റ്റിലാണ് വേണ്ടത്, ആ കോണ്ടെക്സ്റ്റ് നോക്കുക. ഡയലോഗ് ഇന്റർഫേസ് ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ, ഓൺ ഡയലോഗ് ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ അല്ലേ. സോ നെഗറ്റീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാൻസൽ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഇവിടെ താഴെ കോഡ് ചെയ്ത്, ഇവിടെ ഇവിടെ നമ്മൾ അതിന് താഴെ കോഡ് ചെയ്ത, ഏത് കോഡ് ചെയ്ത, ടോസ്റ്റ് അല്ലെ, നേരത്തെ കണ്ട സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാൻ. ഈ ഒരു കോസ്റ്റ് എടുത്തിട്ട് ഇവിടെ ടോസ്റ്റ് പേസ്റ്റ് ചെയ്തു. അവിടെ എന്ത് ചെയ്യും, യു ക്ലിക്ക്ഡ് ക്യാൻസൽ, ക്യാൻസൽ ലെങ്ത് ഷോ. ക്ലിയർ ആയോ, ഓക്കെ അല്ലേ. സോ ഇവിടെ ബ്രാക്കറ്റ് മിസ്സിംഗ് ഉണ്ടായിരുന്നു, ബ്രാക്കറ്റ് കൊടുത്തു. അതോടുകൂടെ ആ ഒരു എറർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഇതിൽ എറേഴ്സ് ഒന്നും ഇല്ല, എറേഴ്സ് ഉണ്ടോ, അവിടെ കാണിക്കുന്നില്ല, എറർ മുകളിൽ കാണിക്കുന്നില്ലേ. ഓക്കെ നോക്കാം. ഓക്കെ, എങ്ങനെയാ റൺ ചെയ്യാ, ഇതാ
നമ്മുടെ പ്രോജക്റ്റ് നെയിം എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ റൺ ആസ് ക്ലിക്ക് ചെയ്യുക. റൺ ആസ് ക്ലിക്ക് ചെയ്ത ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ റൺ ചെയ്യുന്ന കാണാൻ പറ്റും. ABD അപ്ലോഡിംഗ് APK അലർട്ട് ഡയലോഗ് ബോക്സ്, APK ഇൻസ്റ്റാളിംഗ് അലർട്ട് ഡയലോഗ് ബോക്സ്. ഈ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസിലാണ് ലോഡ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു, പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാളേഷൻ ഓക്കെ ആയതുകൊണ്ട് സക്സസ് എന്ന മെസ്സേജ് വന്നു. അതിനുശേഷം ആക്ടിവിറ്റി ഇവിടെ ലോഡ് ചെയ്ത് വരും. കേട്ടോ, അലർട്ട് ബോക്സ് നമ്മൾ കൊടുത്ത ആ ഒരു ഐക്കണൊക്കെ ഉണ്ട് ഇവിടെ. ബട്ടൺ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അലർട്ട് ബോക്സ് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം, ഇത് ഔട്ട്പുട്ട് ഷോ വരുന്നില്ലല്ലോ. അപ്പൊ ഇതില് കോഡിൽ താഴെ ഒരു കോഡ് ഇതാണ്, ഷോ ചെയ്തില്ല. ഇതിപ്പോ വർക്ക് ചെയ്തു, പ്രോഗ്രാമൊക്കെ ഓക്കെ, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് ഷോ ചെയ്യണ്ടേ, വർക്ക്ഔട്ട് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നമ്മൾ എഴുതാണ്ട്. ഈ ഒരു ബ്രാക്കറ്റ് നോക്കട്ടെ, ബ്രാക്കറ്റിന് ശേഷം നമുക്ക് കോഡ് ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞ ശേഷം എൻട്രി ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഓക്കെ, യെസ്, ഈ ഒരു പോർഷൻ ദാറ്റ് ഈസ് അലർട്ട് ഡയലോഗ് DL, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന DL is equal to ന്യൂ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ക്രിയേറ്റ് ഏതാണ് ഒബ്ജക്റ്റ് തരുന്നു ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഏതാണ്? B1 അല്ലേ? B1 എന്നായി ദാറ്റ് ഈസ് ഡയലോഗ് B1 ഡോട്ട് ക്രിയേറ്റ് സെമിക്കോളൻ. ദെൻ അത് ഷോ ചെയ്യും വേണം. ദാറ്റ് ഈസ് DL ഡയലോഗ് ബോക്സ് DL is equal to DL dot show. ഷോ. ഓക്കെ, ഇപ്പോഴാണ് ഡയലോഗ് ബോക്സ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഷോ ചെയ്യണ്ടേ? ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ക്ലിക്ക് ചെയ്യുക, ഡയലോഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഉണ്ടോ? ഇവിടെ ടാർഗറ്റ് വിൻഡോ കാണാൻ പറ്റും. അപ്ലോഡിംഗ് ആണ്. ദെൻ അതിനുശേഷം ഇൻസ്റ്റാളിംഗ് ആണ്. ഇൻസ്റ്റാളിംഗ് അലർട്ട് ബോക്സ് APK. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ സക്സസ് എന്ന് പറയുന്ന മെസ്സേജ് വരും. അതിനുശേഷം ഏത് ആക്ടിവിറ്റിയാണോ റൺ ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റി, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സിംഗിൾ ആക്ടിവിറ്റി ഉള്ളൂ, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏത് ആക്ടിവിറ്റി ആ ആക്ടിവിറ്റി റൺ ആവും. ഇവിടെ സിംഗിൾ ആക്ടിവിറ്റി അതുകൊണ്ടാണ് റൺ ചെയ്ത് വന്നത്. അത് ഷോ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കി കൂടുതൽ ഇവിടെ ആദ്യം ഈ ഒരു ഓപ്ഷൻ നോക്കി, ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണിക്കാം. കണ്ടോ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ചെയ്ത് എന്താണ്? ഐക്കൺ ആണ്. ഇതാണ് ഐക്കൺ. ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ കൊടുത്തു സാമ്പിൾ അലർട്ട് ബോക്സ്. കണ്ടോ, ഇതാ സാമ്പിൾ അലർട്ട് ബോക്സ്. ക്ലിയർ അല്ലേ? ദെൻ അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ടൈപ്പ് ചെയ്തു, ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ് മെസ്സേജ്. കണ്ടോ, അതിനുശേഷം ചെയ്ത എന്താണ്? ഒരു ഓക്കെ ബട്ടണും ഒരു ക്യാൻസൽ ബട്ടണും കൊടുത്തു. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുക? താഴെ വരുന്നുണ്ടോ? ഏതാ? ഇവിടെ യെസ് യു ക്ലിക്ക്ഡ് ഓക്കെ. ദെൻ നമ്മൾ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലോ? യു ക്ലിക്ക്ഡ് ക്യാൻസൽ. കണ്ടോ, ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.